ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 10ാം ക്ലാസ്സിലെ ആൾജിബ്ര ആൻഡ് ജിയോമെട്രി ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാഠത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില സമവാക്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അതിൽ അകലം കാണാനുള്ള ഒരു സമവാക്യം, അത് കോർഡിനേറ്റ്സ് എന്ന പാഠത്തിൽ പഠിക്കാനുള്ളതാണ്. രണ്ടാമത് ചെരിവ്, സ്ലോപ്പ്. 3 ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം. അടുത്തത് മിഡ് പോയിന്റ്, മധ്യബിന്ദു, ഒരു വരയുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദുവിൻ്റെ സൂചക സംഖ്യ കാണാൻ. പിന്നെ ഒരു വരയെ നിശ്ചിത അംശബന്ധത്തിൽ, ഒരു ഫോർ എക്സാമ്പിൾ 2:3 അങ്ങനെയുള്ള അംശബന്ധത്തിൽ വിഭജിക്കുമ്പോഴുള്ള ഇക്വേഷൻ, അതിൻ്റെ സൂചക സംഖ്യ. അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് സർക്കിൾ, വൃത്തത്തിൻ്റെ സമവാക്യം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഇവിടെ പറയുന്ന ഇക്വേഷൻ ഓഫ് വരയുടെ സമവാക്യം നമുക്ക് ചെരിവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന് അകലം കാണാനുള്ള സമവാക്യം റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി അകലം കാണുന്നത് ആധാര ബിന്ദുവിൽ ഒറിജിനിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്നാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും, റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഓക്കെ, എന്നാൽ അകലം കാണാൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചില മെത്തേഡുകളുണ്ട്. അത് പൈതഗോറിയൻ സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. അത് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒറ്റ നോട്ടം കൊണ്ട് ഈ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാനുള്ള ട്രിക്ക് നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, 2 സമവാക്യങ്ങളാണ് സാധാരണ, അല്ലെങ്കിൽ ആദ്യത്തെ സമവാക്യം എന്തായാലും ഉപയോഗിക്കാം. ഓക്കെ, രണ്ടാമത് ചെരിവ് കാണാനുള്ള ഇക്വേഷനാണ്. ചെരിവ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് ചെരിവിൻ്റെ വൈയുടെ വ്യത്യാസം ബൈ എക്സിൻ്റെ വ്യത്യാസം. ഇതാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി വരയുടെ സമവാക്യം കാണാൻ എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഈക്വൽസ് a ബൈ b എന്ന് വരും. ഇവിടെ സംഖ്യകളാണ് വരിക, ഇവിടെയൊക്കെ സംഖ്യ വരിക. അതിലെ മുകളിലെ ഈ സംഖ്യയ്ക്ക് പകരം y എന്നും താഴത്തെ x എന്ന് കൊടുത്തിട്ട് സമത്തിൻ്റെ അപ്പുറത്തെ ഇരുവശത്തേക്ക് സംഖ്യകളെ കൊണ്ടുപോയി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇക്വേഷൻ. ഇത് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മുടെ അരികിൽ ട്യൂഷന് വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്സുകൾ. ഓക്കെ, അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപകാരപ്പെടുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് മധ്യബിന്ദു, ഒരു വരയുടെ മിഡ് പോയിന്റ്, അതിൻ്റെ സൂചക സംഖ്യ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: x1 പ്ലസ് x2 ബൈ 2 കോമ y1 പ്ലസ് y2 ബൈ 2. ഓക്കെ, അതുപോലെ ഒരു വരയെ m:n എന്ന റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൂചക സംഖ്യയാണ് mx2 പ്ലസ് nx1 ബൈ m പ്ലസ് n കോമ my2 പ്ലസ് ny1 ബൈ m പ്ലസ് n. സോറി, അവസാനത്തെയാണ് വൃത്തത്തിൻ്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഇക്വേഷൻ ഓഫ് സർക്കിൾ ഇതാണ്:
x minus a whole square plus y minus b whole square equals r square. ഇതിൽ എ ബി എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിൻ്റെ സൂചകബിന്ദു. എ ബി എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിൻ്റെ എ കോമ ബി, എ കോമ ബി വൃത്ത കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ. ആർ ഈക്വൽസ് നമുക്കറിയാം ആരം, റേഡിയസ്. ഓക്കെ, ഇതിൽ x1 y1 x2 y2 ഇതൊക്കെ ഏതാ നിങ്ങൾക്കറിയാം. സമവാക്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷനുള്ള ആളുകൾ ഈ വീഡിയോ 2 or 3 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പമാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. അകലം കാണാനുള്ള സമവാക്യം √(x1 - x2 whole square plus y1 - y2 whole square. അകലം കാണുന്നത് ആധാരബിന്ദുവിൽ നിന്നുള്ള അകലമാണെങ്കിൽ √(x² + y². രണ്ട് സ്ലോപ്പ് ചെരിവ് കാണാൻ y2 - y1/x2 - x1. അതുപോലെ ഇക്വേഷൻ ഓഫ് ലൈൻ, അത് നേരിട്ടുള്ള ക്ലാസ്സുകളിൽ തൽക്കാലം ചെരിവിൻ്റെ ഇക്വേഷനിലെ നമ്മൾ ആ ഉത്തരം എഴുതിയിട്ട് y2 x2 പകരം y(x) എന്ന സംഖ്യകൾ കൊടുക്കാം, വാരിയബിൾസ് കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അങ്ങനെ നേരിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഇത് ചോദിക്കണം. അടുത്തത് മിഡ് പോയിന്റ്, മധ്യബിന്ദു. വരയുടെ മധ്യബിന്ദു കണക്കാക്കാൻ x1 + x2/2 y1 + y2/2. ഇനി ഒരു വരയെ m/n 2:3 1:4 ഏത് റേഷ്യോയിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് mx2 + nx1/m + n my2 + ny1/m+n. അതുപോലെ ഇക്വേഷൻ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം പഠിക്കാനുള്ളതാണ് x - a whole square plus y - b whole square equals r square. ഓക്കെ, ഇതിലെ എ ബി ഇവ വൃത്തകേന്ദ്രത്തിന്റെ സൂചക സംഖ്യ. കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് സർക്കിൾ, r ഈക്വൽസ് റേഡിയസ്. ഓക്കെ.